ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹാരോസ് കാർണിവൽ. നമ്മുടെ എൻവിയോളാണെങ്കിൽ ഒരു പാർക്കിലിരുന്ന് ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ആടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമില് ഇവള് പോലും അറിയാതെ ഇവളുടെ അച്ഛൻ ഇവളെ നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പെട്ടെന്ന് പിങ്ക് അങ്ങോട്ട് വരുന്നുണ്ട്. നമ്മുടെ ഹായ് ആണെങ്കിൽ അവിടുന്ന് പോവാണ്. എൻവിയോളാണെങ്കിൽ അവളുടെ അമ്മയുടെ പാട്ടൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് പിന്നെ ആ ദേഷ്യപരമാണ്, ആ ഒരു ഫോൺ തട്ടിപ്പറിക്കാണ്. നീ ഏത് ധൈര്യത്തിലാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ എന്ന് പറഞ്ഞ് ഇവളോട് ആകെ ദേഷ്യപ്പെടുകയാണ്. അപ്പൊ എൻവിയോളാണ്, എന്റെ അമ്മയെ എനിക്കൊന്ന് കാണാൻ പോലും സാധിക്കുന്നില്ല, ഞാൻ ഈ ഒരു പാട്ടെങ്കിലും കേട്ടോട്ടെ എന്ന് പറഞ്ഞ് ആ ഒരു ഫോൺ വാങ്ങാൻ ശ്രമിക്കുമ്പോ പിങ്കാണെങ്കിൽ ഇവളുടെ കരണം നോക്കി അവരോട് കൊടുക്കാണ്. ഞാനാണ് നിന്റെ അമ്മ, എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞു, ഇനി മേല ഈ ഒരു തെറ്റ് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ് ഇവളെ കൂട്ടി വീട്ടിലേക്ക് പോവാണ്. ഇതേ ടൈമിൽ തന്നെ നമ്മുടെ ഡാൻറ്റിയും ലീവ് ഹായും ഒക്കെ ഒരു ബാറിലിരുന്ന് കുടിച്ചാഘോഷിക്കാണ് കേട്ടോ. ഈ ഒരു സമയം മിസ്റ്റർ ബേക്ക് അങ്ങോട്ടേക്ക് വരികയാണ്. പെട്ടെന്ന് തന്നെ ഡാൻറ്റിയെ കയറി കെട്ടിപ്പിടിക്കണം. ആ ചേട്ടാ, എത്ര നാളായി നമ്മൾ കണ്ടിട്ട്, 27 വർഷമായില്ലേ ചേട്ടൻ ഇനിയും കാണാൻ സാധിക്കുന്നത് ഞാൻ ഒട്ടും വിചാരിച്ചിരുന്നില്ല കേട്ടോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാണ്. ഡാൻറ്റിക്കാണെങ്കിൽ ഈ വന്ന ആളെ അത്ര പിടിയിടുന്നില്ല. അല്ല, നീ ആരാ, നമുക്ക് അമ്മ പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോ, എന്താ ചേട്ടാ എന്നെ മറന്നുപോയോ, അത്ര പെട്ടെന്നൊക്കെ ചേട്ടൻ എന്നെ മറക്കോ, ഞാനാ ബേക്ക് ജുൻകി. ആ ഒരു പേര് കേട്ടതോടെ ഡാൻറ്റിക്ക് മനസ്സിലാവുന്നു തന്റെ മുമ്പിലുള്ളത് ആരാണ്. ഈ ഒരു ടൈമില് ലിയൊക്കെ ചോദിക്കുന്നു, അല്ല നിങ്ങളെന്താ അടുത്ത കൂട്ടുകാരാണോ എന്നൊക്കെ ചോദിക്കും. അതെ അതെ, ഞങ്ങൾ ഒരു വീട്ടിൽ താമസിച്ച് വളർന്നവരാ, ഞങ്ങൾ സഹോദരങ്ങളെ പോലെ ആയിരുന്നു. ഞാൻ ജപ്പാനിൽ നിന്ന് ഇപ്പൊ കൊറിയയിലേക്ക് വന്നതേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഡാൻറ്റെ ഇവിടെയൊക്കെ പറഞ്ഞിരിക്കുന്നത് അവൻ ജപ്പാനിലുള്ള ഒരു ബിസിനസ് മാൻ ആണെന്നാണ് കേട്ടോ. അതുപോലെ തന്നെ സൂര്യോനെ വിവാഹം കഴിച്ചതും ഈ ഒരു ഐഡന്റിറ്റി വെച്ചാണ്. അപ്പൊ ലീ പറയുന്നു, ഡാൻറ്റെ ആണെങ്കിൽ ജപ്പാനിലെ കഥകളൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, എന്താ നിനക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ എന്നൊക്കെ ചോദിച്ച് മിസ്റ്റർ ബേക്കറോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണം. പിന്നല്ലാതെ എത്ര കഥകളാണെന്നറിയോ എനിക്ക് പറയാനുള്ളത് എന്നൊക്കെ പറഞ്ഞ് മിസ്റ്റർ ബേക്കർ ഇവരോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ഡാൻറ്റെ ആണെങ്കിൽ പതിയെ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് പറഞ്ഞ് മിസ്റ്റർ ബേക്കറിനെ കൂട്ടി മറ്റൊരു ഭാഗത്തേക്ക് പോവാണ്. എന്നിട്ട് ആകെ ദേഷ്യത്തോടെ അവരോട് ചോദിക്കണം, അല്ല നിനക്ക് എന്താ വേണ്ടേ, എന്താ നിന്റെ ആവശ്യം, അല്ല എങ്ങനെയാണ് ആ ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് നീ പുറത്തു വന്നത്, ആരാണ് നിന്നെ രക്ഷിച്ചത്. അപ്പൊ മിസ്റ്റർ ബേക്കർ എന്താ നീ വിചാരിച്ചേ, ഞാൻ എന്നും ആ ഒരു ഹോസ്പിറ്റലിൽ കിടന്ന് നരകിക്കുമെന്നോ, എന്ത് ധൈര്യത്തിലാടാ നീ എന്റെ അച്ഛനമാരെ കൊന്ന് എന്റെ പണവും സ്വത്ത് വരെ തട്ടിയെടുത്തിട്ട് എന്റെ ഐഡന്റിറ്റിയില് ഇവിടെ ജീവിക്കുമെന്ന്. ശരിക്കും നിനക്കൊരു നാണവും മാനവും ഇല്ലല്ലോ. ഇപ്പൊ നീ ആളാന്ന് മാറിപ്പോയേട്ടോ, നേരത്തെ ആ ഒരു പിച്ചക്കാരൻ ലുക്കൊന്നും അല്ലല്ലോ നിന്നെ എനിക്ക് തിരിച്ചറിയാൻ പോലും സാധിക്കുന്നില്ല. ഡാൻറ്റി ചോദിക്കുന്നു, ഞാൻ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം നീ പറ. അപ്പൊ ലോകനാണ് എന്നെ ആ ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷിച്ചത്, മാത്രമല്ല എന്റെ പേരില് ഒരാള് ഈ ഒരു കൊറിയയിൽ ജീവിക്കുന്നുണ്ടെന്നും ലോകനാണ് എന്നെ അറിയിച്ചത്. നിന്റെ കൂട്ടുകാർക്കൊന്നും നിന്റെ പഴയ ചരിത്രങ്ങളൊന്നും അറിയില്ലെന്ന് തോന്നുന്നു, എന്താ ഞാൻ അവരെ അറിയിക്കട്ടെ എന്ന് മിസ്റ്റർ ബേക്കർ ഇവനെ ഭീഷണിപ്പെടുത്താണ്. ഈ ഒരു സമയം ഡാൻറ്റെ ഇവനെ ആക്രമിക്കാൻ ശ്രമിക്കും. പെട്ടെന്ന് തന്നെ മിസ്റ്റർ ബേക്കർ ഇവനെ പിടിച്ച് ലോക്കാക്കാണ്. എടാ എന്താണ് നീ വിചാരിച്ചേ, ഞാൻ പണ്ടത്തെ കൂട്ട് ബലഹീനാണെന്നോ, നിനക്കെതിരെയുള്ള എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട് കേട്ടോ, എന്തായാലും നീ ഇപ്പൊ എൻജോയ് ചെയ് എന്ന് പറഞ്ഞ് മിസ്റ്റർ ബേക്കർ അവിടുന്ന് പോവാണ്. പെട്ടെന്ന് തന്നെ ഡാൻറ്റെ അവന്റെ ഗാർഡ്സിനെ വിളിച്ച് ഇയാളെ ഫോളോ ചെയ്ത് ഇയാൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ പറയണം. അങ്ങനെ നമ്മുടെ ഗാർഡ്സ് ഇവനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും ഇവനെ പിടികിട്ടുന്നില്ല കേട്ടോ. അപ്പൊ ഈ ഒരു വിവരം ഡാൻറ്റെ അറിയിക്കും. അവൻ ആകെ ദേഷ്യത്തോടെ ഇപ്പൊ തന്നെ നീ റിസൈൻ ചെയ്ത് പൊക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്റെ വീട്ടിലോട്ട് കയറുന്ന ആ ഒരു ടൈമിലാണ് അവൻ ആ ഒരു കാഴ്ച കാണുന്നത്. മിസ്റ്റർ ബേക്ക് ഇതാ തന്റെ വീട്ടിലിരിക്കുന്നു, കൂടെ സ്യോജന ഉണ്ട് കേട്ടോ. ആയ് ചേട്ടാ ഞാൻ വന്നേട്ടോ. എന്നിട്ട് സ്യോജനോട് പറയണ്ട, അല്ല ചേട്ടനോട് പറഞ്ഞു ഈ ഒരു വീട്ടിൽ താമസിച്ചോളാം, പക്ഷേ മാഡത്തിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ. അപ്പൊ സ്യോജന പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ റെസ്റ്റ് എടുത്തു, അപ്പൊ ഞാൻ പോവാട്ടോ എന്ന് പറഞ്ഞ സ്യോജൻ കിടക്കാനായിട്ട് പോകുന്ന ടൈമില് ഡാൻറ്റി ആകെ ദേഷ്യത്തോടെ മിസ്റ്റർ ബേക്കറോട് ചോദിക്കണം, എന്ത് ധൈര്യത്തിലാടാ നീ എന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. മിസ്റ്റർ ബേക്കർ പറഞ്ഞു, നീ ഒന്ന് അടങ്ങട്ടോ, ഇപ്പോഴും എനിക്ക് നിന്നെ കാണുമ്പം എന്നെ ദേഷ്യമൊന്നും മാറിയിട്ട് തൽക്കാലം ഇപ്പോൾ ആരും ഒന്നും അറിയണ്ട എന്ന് പറഞ്ഞ് തൻ്റെ ബാഗും എടുത്ത് മിസ്റ്റർ ബേക്കർ ആ ഒരു റൂമിലേക്ക് പോവാണ്. അങ്ങനെ രാത്രി ആവുകയാണ്. ഡാൻറ്റി ആണെങ്കിൽ ശബ്ദം ഉണ്ടാകാതെ മിസ്റ്റർ ബേക്കിന്റെ റൂമിലേക്ക് വന്നിരിക്കുകയാണ്. അവന്റെ കയ്യില് ഒരു ചുറ്റികയുണ്ട്. അപ്പൊ അവൻ പറയണേ, എന്ത് ധൈര്യത്തിലാ നീ എന്നെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചത് എന്ന് പറഞ്ഞ് ഇങ്ങനെ ചുറ്റിക എടുത്ത് ആ ഒരു ബെഡിലിങ്ങനെ ആഞ്ഞടിക്കുകയാണ്.
പക്ഷേ ആ ഒരു ബെഡിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. വെറും തലങ്ങണകളായിരുന്നു അവിടെ കിടന്നത്. പതുക്കെ ഡാൻറ്റയുടെ പിന്നിൽ നിന്ന് മിസ്റ്റർ ബേക്ക് അങ്ങോട്ടേക്ക് വരികയാണ്. അല്ല, നിന്റെ പഴയ കളികളൊന്നും മാറിയിട്ടില്ലല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാറ്റി പിടിക്കുക കേട്ടോ. അപ്പൊ ഡാൻറ്റെ ആ ഒരു ചുറ്റിക ഇവരുടെ നേരെ ആഞ്ഞടിക്കാൻ ശ്രമിക്കുന്ന ടൈമില് മിസ്റ്റർ ബേക്ക് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കയറ് ഡാൻറ്റയുടെ കഴുത്തിൽ ഇങ്ങനെ ചുറ്റാണ് കേട്ടോ. എൻ്റെ പൊന്നുമോനെ, കാലങ്ങളൊക്കെ ഒരുപാട് മാറി, നിന്റെ ഈ പഴയ കളികളൊക്കെ ഒന്ന് മാറ്റി പുതിയതൊക്കെ പിടിച്ചാൽ കൊള്ളാം കേട്ടോ എന്ന് പറഞ്ഞ് പതിയെ ആ ഒരു കയറഴിക്കാണ്. നീ വേഗം എടുത്ത് പൊക്കെ, ഞാൻ ആകെ ക്ഷീണിതര, എനിക്കൊന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞ് ഇവൻ ബെഡിൽ കയറി കിടക്കുകയാണ്. ഡാൻറ്റി ആണെങ്കിൽ ഒന്നും മിണ്ടാതെ ആകെ ദേഷ്യത്തോടെ ആ ഒരു മുറിയിൽ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ സ്യോജന അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അവക്ക് മനസ്സിലാവുന്നു ഡാൻറ്റിക്കെതിരായ എന്തൊക്കെയോ തെളിവുകള് ഈ ഒരു മിസ്റ്റർ ബേക്കിന്റെ കയ്യിലുണ്ടെന്ന്. അങ്ങനെ പിറ്റേ ദിവസമാണ് ഇവിടെ കെങ്ങാണെങ്കിൽ ഡാൻറ്റയെ വിളിച്ചിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഹൂനാണെങ്കിൽ ആ ഒരു മത്സരത്തിൽ പങ്കെടുത്തില്ലല്ലോ, അപ്പൊ അവന് ഒരു റീടെസ്റ്റ് നടത്താൻ സാധിക്കുമോ എന്നൊക്കെ ഡാൻറ്റിയോട് ചോദിക്കുകയാണ്. അച്ഛൻ എന്തായാലും എന്നെ ഒരുപാട് സഹായിച്ചു, രോനെ എൻബിയോളിനെയും ഒരുപോലെ ആ ഒരു മത്സരത്തിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ആക്കിയില്ലേ, അതുപോലെ എങ്ങനെയെങ്കിലും എൻ്റെ ചേട്ടന് വീണ്ടും ആ ഒരു ടെസ്റ്റ് നടത്തണം, ഞങ്ങൾക്ക് ഒരുമിച്ച് സിയോൾ യൂണിവേഴ്സിറ്റി പോകണം. അപ്പൊ ഇവളെ സംസാരിച്ചിരിക്കുന്നതെല്ലാം കേട്ടോണ്ട് ഹോൻ അങ്ങോട്ടേക്ക് വരികയാണ്. എന്ത്, അപ്പൊ നീ അച്ഛനെ ഒരുമിച്ച് തേർന്നാലല്ലേ ഈ ഒരു ചതിക്കളികളൊക്കെ ചെയ്ത്, നിനക്ക് എങ്ങനെ തോന്നുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാൻ? ആ ഒരു സിയോൾ യൂണിവേഴ്സിറ്റിയോട് തന്നെ പോണത് എന്തിനാണ് നീ ഇങ്ങനെ വാശി പിടിക്കുന്നത്? അപ്പൊ കിങ് പറയുന്നു, ഒരിക്കലും ആ ഒരു കോളേജ് കൊണ്ടല്ല, ഞാൻ അമ്മയെ ഒരുപാട് വെറുക്കുന്നു. കാരണം അമ്മ തിരിച്ചു വന്നപ്പം ഞാൻ എത്ര സന്തോഷവതിയായിരുന്നു അറിയാവോ, എനിക്ക് അമ്മയെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ അമ്മ എന്നെ മാത്രം കെയർ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എന്നേക്കാൾ കൂടുതൽ ആ ഒരു രോനെയാണ് അമ്മ സ്നേഹിക്കുന്നത്. ഞാൻ ആവശ്യപ്പെടുന്ന ഒന്നും അമ്മ എനിക്ക് നേടിത്തരുന്നില്ല. അപ്പൊ രോന മരിച്ചപ്പം ആ ഒരു ഫ്രീ പാസ്, യൂണിവേഴ്സിറ്റിയിലുള്ള ഫ്രീ പാസ് കെങ്ങിനായിരുന്നല്ലോ കിട്ടിയത്. രോന തിരിച്ചു വന്നപ്പം ആ ഒരു ഫ്രീ പാസ് കെങ്ങിൽ നിന്ന് മാറിപ്പോയല്ലോ. അതിന് കാരണമായത് സൂര്യനായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഇവക്ക് ഇത്രത്തോളം സൂര്യനോട് ദേഷ്യം. ഹൂൻ പറയുന്നു, അതിന് കാരണം നീ ആവശ്യപ്പെടുന്ന അതൊരിക്കലും നിനക്ക് അവകാശമല്ലാത്തതാണ്. രോനെ എൻബിയോളൊക്കെ ഈ ഒരു സിയോൾ യൂണിവേഴ്സിറ്റിയിട്ട് പോകാൻ ഒരുപാട് ആഗ്രഹിച്ചവരാണ്. അവര് അതിനുവേണ്ടി കഷ്ടപ്പെട്ടവരാണ്, അവർക്ക് അതിനുള്ള കഴിവുണ്ട്. പക്ഷെ നീയോ? കെങ് പറയുന്നു, കഴിവോ? ആദ്യം നീ നിന്റെ അനിയത്തെ കുറിച്ച് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞ് ഇവളിങ്ങനെ തിരിയുന്ന ടൈമിലാണ് ഇവരുടെ ഒരു സംസാരം എല്ലാം കേട്ടോണ്ട് നിൽക്കുന്ന സൂര്യോനെ ഇവള് കാണുന്നത്. സൂര്യോൻ ചോദിക്കുന്നു, അപ്പൊ നീയായിരുന്നല്ലേ ഇതിന്റെയൊക്കെ പിന്നിൽ? ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ആ ഒരു ചതി ഒരിക്കലും നീ ആയിരിക്കല്ലേ ചെയ്തിരുന്നതെന്ന്. മറ്റുള്ളവരെ തകർത്ത് ആ ഒരു തകർച്ചയിൽ നിന്ന് നിനക്ക് എങ്ങനെ ഇങ്ങനെ സന്തോഷിക്കാൻ തോന്നുന്നു? കെങ് പറയുന്നു, എന്നെ കൊണ്ട് നേടാനാവുന്നതാണെങ്കിൽ, എന്റെ പവർ ഉപയോഗിച്ച് നേടി എടുക്കാൻ സാധിക്കുന്നതാണെങ്കിൽ പിന്നെ ഞാൻ എന്തിന് അതിനൊക്കെ തടസ്സം നിൽക്കണം? അച്ഛൻ ജയിലിൽ പോയ ടൈമില് നമ്മൾ ആരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനോ അദ്ദേഹത്തെ പുറത്തോടുവരാനോ ശ്രമിച്ചില്ല. എന്നാലും അച്ഛൻ തിരികെ വന്നപ്പം അദ്ദേഹം ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ നേടിത്തരാൻ ശ്രമിക്കുന്നുണ്ട്. സൂര്യോൻ പറയുന്നു, ഇന്നത്തെ ആ ഒരു ഇന്റർവ്യൂ അതില് നീ പോകുന്നില്ല, നീ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഹൂനും അതുപോലെ സൂര്യോനും ആ ഒരു മുറിയിൽ നിന്ന് ഇറങ്ങി പോവാണ്. അതി കെങ്ങിനെ ആ ഒരു മുറിയിൽ പൂട്ടിയിടുകയാണ്. ഇവളാണെങ്കിൽ ഒരുപാട് ബഹളം വെക്കുന്നു, അമ്മ പ്ലീസ് സോറി എന്നെ തുറന്നു വിടൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവളെ തുറന്നു വിടുന്നില്ല. അതെ, അവിടുന്ന് സൂര്യോൻ നേരെ പോയത് ഡാൻറ്റെ എടുത്തായിരുന്നു കേട്ടോ. ഡാൻറ്റെ ആണെങ്കിൽ തന്റെ കാറിലോട്ട് കയറാൻ പോവായിരുന്നു. അപ്പൊ സൂര്യോനെ കണ്ട് ഇവന്റെ സെക്രട്ടറി അവളെ തടയാൻ പോകുന്നതിന് മുമ്പ് തന്നെ സൂര്യോൻ അവന്റെ കാലിലിട്ടൊന്ന് കൊടുക്കാണ്. പെട്ടെന്ന് തന്നെ ഡാൻറ്റയുടെ കോളർ കയറി പിടിക്കാണ്. എന്താ ധൈര്യത്തിലാ നീ എന്റെ മകളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? നിന്റെ മകളോ? അവള് എന്റെ മകളാണ്, നീ അവരുടെ വെറും വളർത്തമ്മ മാത്രമാണ്. അപ്പൊ സൂര്യോൻ പറയുന്നു, അതെ, നിങ്ങി അവളുടെ അച്ഛൻ ആണെന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ കൊല്ലാതെ വിട്ടിരിക്കുന്നത്. ഇനി മേല എന്റെ മകളുടെ കാര്യത്തില് നീ ഇടപെടരുത് എന്ന് പറഞ്ഞ ആകെ ദേഷ്യത്തോടെ സൂര്യോൻ അവിടുന്ന് പോവാണ്. അപ്പൊ ഇവരുടെ ഈ ഒരു സംസാരം എല്ലാം കേട്ടോണ്ട് നമ്മുടെ മിസ്റ്റർ ബേക്ക് അവിടെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ സൂര്യോൻ ഇപ്പൊ നേരെ പോയിരിക്കുന്നത് കെങ്ങിന്റെ അടുത്തോടാണ്. കെങ്ങാണെങ്കിൽ ആകെ കരഞ്ഞ് തളർന്ന് അവിടെ ഇരിക്കുകയാണ്. അവള് വേഗം തന്നെ കെങ്ങിനോട് പറയാണ്, നീ വേഗം ഒരുങ്ങ്, നമുക്ക് പോവാം. കെങ്ങ ആകെ സന്തോഷമാണ്. ഇവള് വിചാരിക്കുന്നത് സൂര്യോൻ ഇവളെ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോകാന്ന് കേട്ടോ. അങ്ങനെ ഇവർ ആ ഒരു കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കെങ്ങിന് ആ ഒരു കാര്യം മനസ്സിലാവുന്നത്. ഇവരിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്തേക്കല്ല, അതെ അവരിപ്പോ എത്തിയിരിക്കുന്നത്
ഷോങ്ങ ആർട്ട് സ്കൂളിലാണ്. ഇവിടെ ഇപ്പോൾ ഒരു കമ്മിറ്റി നടക്കാണ്, ആന്റി ബുള്ളിങ് കമ്മിറ്റി. അപ്പൊ അതിലെ പ്രതിയായിട്ടുള്ളത് നമ്മുടെ കെങ്ങാണ്. മറ്റുള്ള കുട്ടികളെയൊക്കെ ഇവള് റാഗ് ചെയ്ത് ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഇവളുടെ ചുറ്റും ബാക്കിയുള്ള കുട്ടികളും പേരൻസും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ അതിൽ നമ്മുടെ റോനയും ജേനിയും എല്ലാവരും ഉണ്ട്. അപ്പൊ അതിന് ചീഫ് ഡയറക്ടർ ആയിട്ടുള്ള നമ്മുടെ സുറിയോൻ അവരുടെ ചോദിക്കുകയാണ്, ഈ ഒരു കെങ് റാഗായിട്ടുള്ള അവളുടെ ടോർച്ചറിനിരയായിട്ടുള്ള കുട്ടികൾ ആരൊക്കെയാണ്? അപ്പൊ എല്ലാരും കൈ പൊക്കിയിരിക്കുകയാണ് കേട്ടോ. റോനയും ജേനിയും മിൻഹക്കും എല്ലാരും അവിടെ വരുന്ന എല്ലാ കുട്ടികളും കൈ പൊക്കിയിട്ടുണ്ട് കേട്ടോ. ഹൂൻ പറയുന്നു, ഇവൾ അച്ഛനോട് റോനയ്ക്കും എൻബിയോളും ഇവളാണ് റോനയും എൻബിയോളും ആ ഒരു മത്സരത്തിൽ തോക്കാൻ കാരണം. അത് ഇവളും അച്ഛനും തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ് എന്ന് ഹൂൻ മൊഴിയെടുക്കാണ്. അതുപോലെ ജേനി പറയുന്നു, അതെ ഇവൾ ഒരാൾ കാരണം കൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതിരുന്നത്. അപ്പൊ കെങ് ഒരു ചിരിയോടെ ജേനിയോട് പറഞ്ഞു, അതെ അതെ ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം കേട്ടതുകൊണ്ടല്ലേ നിനക്ക് മത്സരത്തിൽ പങ്കെടുക്കാതിരുന്നത്. പക്ഷെ ഞാൻ അറിഞ്ഞില്ല കേട്ടോ, നിന്റെ അച്ഛൻ ഒരു കൊലപാതകയാണെന്ന് ഞാൻ പറയുമ്പം അത് നിനക്കൊരു വലിയ ഷോക്കാവും എന്നുള്ള കാര്യം. അപ്പൊ ഈ ഒരു കാര്യം കേട്ട് ചുറ്റുമുള്ള കുട്ടികളൊക്കെ ഞെട്ടിയിരിക്കുകയാണ്. എന്ത്, ജേനിയുടെ അച്ഛൻ ഒരു കൊലപാതകയാണെന്നോ? അപ്പൊ ജേനി പറയുന്നു, അതെ എന്റെ അച്ഛൻ ഒരു കൊല ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ 6 വർഷം അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. എന്താ, പക്ഷെ ഒരിക്കലും അത് നിനക്ക് എന്നെ ഇരയാക്കാൻ ഒരു കാരണവുമല്ല. ഏകദേശം നമ്മളുടെ രണ്ടുപേരുടെ അവസ്ഥ ഒരുപോലൊക്കെ തന്നെയാണല്ലോ. അപ്പൊ ഇതിന് ശേഷം കെങ് ആണെങ്കിലും മറ്റു കുട്ടികള്, അപ്പൊ അവിടെ ബാക്കിയുള്ള കുട്ടികളും കൈ പൊക്കിയായിരുന്നല്ലോ, അവരുടെ നേരെ ചോദിക്കുകയാണ്, എന്ത് ഞാൻ നിങ്ങളെ ബുള്ളി ചെയ്തിട്ടുണ്ടെന്നോ, ഞാൻ നിങ്ങളെ റാഗ് ചെയ്തിട്ടുണ്ടെന്നോ? നിങ്ങളാണ് എൻ്റെ കൂടെ ചേർന്ന് മറ്റു കുട്ടികളൊക്കെ റാഗ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു കുട്ടികളെ പറയുന്നു, അത് ഞങ്ങള് നിന്നെ പേടിച്ചിട്ട് മാത്രമാണ്, നീ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടില്ലേ, നിന്റെ അച്ഛൻ്റെ പവർ ഉപയോഗിച്ച് ഞങ്ങൾ ഈ ഒരു സ്കൂളിൽ നിന്ന് നിന്നെ പുറത്താക്കുമെന്ന്. അപ്പൊ ഇതെല്ലാം കേട്ട് സുറിയോൻ പറയുകയാണ്, ഈ ഇരിക്കുന്ന കുട്ടികളോടൊക്കെ നീ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിച്ചാ നിനക്ക് ആ ഒരു ശിക്ഷ കിട്ടില്ല. പക്ഷേ കെങ്ങാണെങ്കിൽ ക്ഷമ ചോദിക്കുന്ന രീതിയിൽ ഇവരെല്ലാം കളിയാക്കുകയാണ്. അതെ അതെ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് ഒരു വലിയ റോൾ മോഡൽ ആയല്ലോ അല്ലേ, പക്ഷെ ഇനിയെങ്കിലും നിങ്ങളെ സ്വന്തം അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുക, മറ്റാരും പേടിക്കാതെ എന്നൊക്കെ പറഞ്ഞ് ഇവരെങ്ങനെ കളിയാക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് സുറിയോൻ പറയുകയാണ്, ഇത് സ്കൂളിൽ നിന്ന് തന്നെ കെങ്ങിനെ അവർ സസ്പെൻഡ് ചെയ്യാണ്. അതെ ഇപ്പൊ ഇവിടുത്തെ സസ്പെൻഡ് ആയ ഇവർക്ക് ഒരു കോളേജിലും ചേരാനായിട്ട് സാധിക്കില്ല. ഇതെല്ലാം കേട്ട് കെങ്ങാകെ തകർന്നു നിൽക്കുകയാണ്. എങ്ങനെ തോന്നുന്നു അമ്മേ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്ന് പറഞ്ഞ് ആകെ വിഷമത്തോടെയും ദേഷ്യത്തോടെയും അവൾ ആ ഒരു മുറിയിൽ നിന്ന് പുറത്തിറങ്ങി പോവുകയാണ്. പെട്ടെന്ന് തന്നെ അവൾ ഡാൻറ്റയെ ഫോൺ ചെയ്യാണ്. ഡാൻറ്റ ആണെങ്കിൽ ഇവളോട് എന്തോ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞായിരുന്നു കേട്ടോ, ഉറപ്പായും താനത് ചെയ്യാം എന്ന് ഇവള് ഡാൻറ്റയോട് പറയാണ്. എനിക്കിപ്പം അച്ഛൻ മാത്രമേ ഉള്ളൂ, അച്ഛൻ പറയുന്ന എന്ത് കാര്യമാണെങ്കിലും ഞാൻ ചെയ്തോളാം. അപ്പൊ നമ്മുടെ ഡാൻറ്റ കമ്പനിയിലായിരുന്നു കേട്ടോ. അവളോട് എല്ലാ കാര്യങ്ങളും കെങ് പറഞ്ഞു. അപ്പൊ ഈ ഒരു ടൈമിൽ ഡാൻറ്റ എടുത്ത് ഡോങ്പിൽ ഉണ്ട് കേട്ടോ. ഡോങ്പിൽ ചോദിക്കുന്നത്, ആരാ കെങ്ങാണോ വിളിച്ചത്, എന്തോ പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഡാൻറ്റ പറയുന്നു, നിന്റെ മകൾ ജേനി എൻ്റെ മകൾക്കെതിരായിട്ട് കമ്മിറ്റിയിൽ പരാതി കൊടുത്തു, അവൾക്ക് പാടാൻ സാധിച്ചില്ല, അവളുടെ അച്ഛനൊരു കൊലപാതകയാണെന്ന് എൻ്റെ മകൾ പറഞ്ഞു. എന്താ ഈ ഒരു കാര്യങ്ങളെല്ലാം നിനക്കറിയായിരുന്നില്ലേ, നീ നിന്റെ മകളും ചേർന്ന് ഒത്തുകളിച്ചല്ലേ ഇതൊക്കെ ചെയ്തത്? അപ്പം ഡോങ് പില്ലർ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്ന. ഡോങ് പില്ലറും, എടാ നിനക്ക് ശരിക്കും ഇപ്പൊ നല്ല ദേഷ്യമില്ലേ, എന്നെ കൊല്ലാൻ തോന്നില്ലേ, നിന്റെ മകള് ആ ഒരു സത്യം പറഞ്ഞു, അതിന് ഞാനാ കാരണക്കാരെന്ന് നിനക്കറിയാം എന്ന് എനിക്കറിയാം. അപ്പൊ ഡോങ് പില്ലർ, അതെ അതെ എനിക്ക് നിങ്ങളെ കൊല്ലാൻ തോന്നുന്നുണ്ട്, എന്റെ മകളെ വേദനിപ്പിച്ച നിങ്ങളെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാൻ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഞാൻ നിനക്ക് വാക്ക് തന്നതാണ്, ഒരിക്കലും നിന്നെ ചതിക്കില്ലെന്ന്, നീയാണ് യഥാർത്ഥ കൊലപാതകി എന്ന് ആരെയും അറിയിക്കുന്നില്ല. അപ്പൊ ഡാൻറ്റെ ചെറുതായിട്ട് ഒന്ന് എറിഞ്ഞു നോക്കിയതാണ് കേട്ടോ ഡോങ്പില് അവനെ ചതിക്കുവോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി. അങ്ങനെ ഈ ഡാൻറ്റെ ഡോങ്പിലും ഇങ്ങനെ കയ്യെ കൊടുത്ത് സംസാരിച്ചോണ്ടെങ്കിൽ ടൈമിലാണ് ലീ അങ്ങോട്ടേക്ക് കയറി വരുന്നത് കേട്ടോ. ഹായ് നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് പറഞ്ഞു. ഇവന്റെ കൂടെ ആണെങ്കിൽ മിസ്റ്റർ ബേക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ലീ പറഞ്ഞു, ഞാനിവരെ വഴി വെച്ച് കണ്ടുപിട്ടിയതാ. ആ ഞാൻ അറിഞ്ഞല്ലോ, നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഒരേ വീട്ടിലല്ലേ താമസിക്കുന്നേ. അപ്പൊ മിസ്റ്റർ ബേക്ക് പറഞ്ഞു, അതെ അതെ ഞാൻ ചേട്ടനോട് ഒരുമിച്ച് വീട്ടിൽ പോകാൻ വേണ്ടിയാ ഇപ്പൊ അങ്ങോട്ട് വന്നേക്കുന്നത്, ഞാൻ യോജന വിളിച്ച് പറഞ്ഞായിരുന്നു അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കാൻ. അപ്പൊ ലീയും ഡോങ്പിലും എല്ലാം ഇവരുടെ വീട്ടിലേക്ക് പോവാന്ന് പറയാണ്. അങ്ങനെ ഡാൻറ്റയുടെ വീട്ടില് ഇപ്പം നമ്മുടെ ലീയും ലീയുടെ വൈഫും മിസ്റ്റർ ബേക്കും ഒക്കെ ഉണ്ട് കേട്ടോ. സ്യോജനാണി ഇവർക്ക് വേണ്ടി നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അവര് അതെല്ലാം ആസ്വദിച്ച് കഴിക്കുകയാണ്. പക്ഷെ ഒരാൾ മാത്രം ആകെ ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, മറ്റാരും അല്ല നമ്മുടെ ഡാൻറ്റയാണ്.
അപ്പൊ ലിയാണെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ മിസ്റ്റർ ബേക്കറോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഡാൻറ്റിയുടെ പാസ്റ്റൊക്കെ ഡാൻറ്റി എങ്ങനെയായിരുന്നു എന്നൊക്കെ. അപ്പൊ മിസ്റ്റർ ബേക്കർ പറയുന്നു, പണ്ടാണെങ്കിൽ ഡാൻറ്റി എന്തൊക്കെ ഫുഡാ കഴിച്ചിരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാവോ, ഇങ്ങനത്തെ ഫുഡല്ല. പണ്ട് ഡാൻറ്റി ഭയങ്കര ചീപ്പ് ഫുഡൊക്കെ ആയിരുന്നു ഡാൻറ്റിയുടെ ഫേവറേറ്റ്. ഇപ്പോഴാണെങ്കിലോ അവനാണെങ്കിൽ മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷെഫ് ഉണ്ടാക്കുന്ന ഫുഡുകളൊക്കെ ഇപ്പൊ ഡാൻറ്റി കഴിക്കുന്നുള്ളൂ. അപ്പം മിസ്റ്റർ ബേക്കർ ആണെങ്കിൽ പറയുന്നു, ആഹാ എൻ്റെ കയ്യില് ഡാൻറ്റി ചേട്ടന്റെ പഴയൊരു ഫോട്ടോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അവന്റെ പോക്കറ്റിൽ നിന്ന് എന്തോ ഒരു ഫോട്ടോ എടുത്ത് ലിയയുടെ കയ്യിൽ കൊടുക്കാൻ ശ്രമിക്കുന്ന ആ ഒരു ടൈമില് ആ ഒരു ഫോട്ടോ ഡാൻറ്റി തട്ടിപ്പറിക്കുകയാണ്. അവനാകെ ദേഷ്യത്തോട് അവിടുന്ന് പോവാണ്. അവനാണെങ്കിൽ ആ ഒരു ഫോട്ടോ തുറന്നു നോക്കുമ്പം അത് ആ ഒരു പരസ്യമായിരുന്നു. ഇവനെ കാണാതായി, അതായത് ഒരു കില്ലർ ബേഗ് ജൂൻകി എന്ന കില്ലർ അവിടെ ഇവന്റെ ഫോട്ടോ അതെ ജാപ്പാനിലെ പോലീസുകാര് ഇവനെ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ ഒരു പോസ്റ്ററായിരുന്നു നമ്മുടെ ബേഗ് ജൂൻകി അവരെ കാണിക്കാൻ വന്ന കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ മിസ്റ്റർ ബേക്ക് ഡാൻറ്റി അടുത്തേക്ക് വരികയാണ്. എന്താ നിനക്ക് കുറ്റബോധം തോന്നുന്നുണ്ടോ? പക്ഷെ അവർക്കൊക്കെ ആകാംക്ഷ ആണത്തില്ലേ നിന്റെ പാസ്റ്റിനെ പറ്റിയൊക്കെ അറിയാൻ. നീ വെറുതെ ആ ഒരു മൂടാകെ നശിപ്പിച്ച കേട്ടോ. അപ്പൊ ഡാൻറ്റി ചോദിക്കുന്നത്, എന്താ നിനക്ക് വേണ്ടത്, എന്തിനാണ് നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അപ്പം മിസ്റ്റർ ബേക്ക് ചോദിക്കണം, അല്ല നിന്റെ സംസാരം കേട്ടാ തോന്നുമല്ലോ ഞാൻ നിന്റെ എന്തോ തട്ടിയെടുത്തെന്ന്. എന്താ എന്റെ എല്ലാം നീ തട്ടിയെടുത്തല്ലേ, ഇനി അതൊക്കെ നിനക്ക് തിരിച്ചു തരാൻ സമയമായില്ലേ എന്ന് മിസ്റ്റർ ബേക്ക് ചോദിച്ചിട്ട് ഇവന്റെ പോക്കറ്റിൽ നിന്ന് ആ ഒരു പേഴ്സ് എടുത്ത് അതിനകത്ത് പൈസ എടുക്കാണ്. എന്റെ ചെലവിന് ഇടയ്ക്ക് പൈസയൊക്കെ വേണ്ടേ എന്ന് പറഞ്ഞ് മിസ്റ്റർ ബേക്ക് അവിടുന്ന് പോവാണ്. ഡാൻറ്റി പറയുന്നു, ഉറപ്പായിട്ടും നീ ഇപ്പൊ ചെയ്തതിനൊക്കെ നീ ഒരുപാട് റിഗ്രറ്റ് ചെയ്യും. നിന്റെ അച്ഛന്റെ അമ്മയുടെ കൂടി നീ മരിച്ചു പോയാൽ മതിയായിരുന്നു എന്ന് നീ ഓർക്കും എന്നൊക്കെ ഡാൻറ്റി ഇങ്ങനെ പറയുകയാണ്. കെങ്ങാണെങ്കിൽ ആരും ഇല്ലാത്ത ആ ഒരു സമയം സൂര്യോന്റെ മുറിയിലേക്ക് കയറുകയാണ്. അവളുടെ ഡ്രോയറിലൊക്കെ നോക്കി അവള് സൂര്യോന്റെ കാർഡും അതിൽ മറ്റെന്തോ ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്ത് ഡാൻറ്റി അടുത്തേക്ക് പോവാണ്. അത് ഡാൻറ്റിയെ ഏൽപ്പിക്കുകയാണ്. അപ്പം ഇവള് ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛൻ എന്തിനാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ വേണ്ടത്? അപ്പൊ ഡാൻറ്റി പറയുന്നു, എന്റെ കയ്യിൽ നിന്ന് നിന്റെ അമ്മ തട്ടിയെടുത്ത ആ ഒരു ഷോൺസോ ഡിസ്ട്രിക്റ്റിലെ ആ ഒരു സ്ഥലം അതെനിക്ക് വേണം, അതിനുവേണ്ടി മാത്രമാണ്. നീ അതുകൊണ്ട് പേടിക്കേണ്ട മോളെ, നിന്റെ കൂടെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ഞാനില്ലേ എന്ന് പറഞ്ഞ് ഇവൻ കെങ്ങിനെയും കൂട്ടി അവിടുന്ന് പോവാണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ നിരീക്ഷിച്ച് ആ ഒരു പ്രതിമയുടെ താഴെ തന്നെ നമ്മുടെ ഡോങ് പിരി നിപ്പുണ്ട് കേട്ടോ. അപ്പൊ ഇതേ സമയം മറ്റൊരിടത്ത് നമ്മുടെ യൂൻഹിയും സൂര്യോനും ഒക്കെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ യൂൻഹി ചോദിക്കുന്നുണ്ട്, കെങ്ങിന് ചേച്ചിയോട് ഒരുപാട് ദേഷ്യം ഉണ്ടായിരിക്കും അല്ലേ, പക്ഷേ അവള് ഗ്രാജുവേറ്റ് ആയിട്ട് മതിയായിരുന്നു, ഇത്രയും നല്ലൊരു ശിക്ഷ അവൾക്ക് കൊടുക്കണ്ടായിരുന്നു എന്നൊക്കെ യൂൻഹി ചോദിക്കുമ്പം ഇതേ ടൈമിലാണ് നമ്മുടെ സൂര്യോന് ഒരു കോള് വരുന്നത്. അവളെ വിളിച്ചത് മറ്റാരുമല്ല നമ്മുടെ ഹെയിനാണ് കേട്ടോ. ഹെയിനെ നിങ്ങൾ ആരും മറന്നായിട്ടല്ലോ, പണ്ട് ഡാൻറ്റി കുട്ടികളെ തമ്മിൽ മാറ്റി വെച്ചില്ലേ, മിൻസിയോളിനെയും അതുപോലെ വേറൊരു സ്ത്രീയുടെ മകളെയും. അപ്പൊ സ്വന്തം മകളാന്ന് കരുതി ഹെയിനെ ആയിരുന്നല്ലോ നമ്മുടെ സൂര്യോൻ ഇത്രയും നാളും വളർത്തിക്കൊണ്ട് വന്നത്. അപ്പൊ ഹെയിൻ ഇപ്പം അസുഖമെല്ലാം മാറി, അവള് സ്റ്റേറ്റ്സിലാണ് കേട്ടോ. അപ്പൊ ഇവള് ഉടൻ തന്നെ കൊറിയയിലേക്ക് തിരിച്ചെത്തുന്നതാണ്. അപ്പം ലോകനെ പറ്റി ഓരോ വിവരങ്ങളും ഹെയിൻ ഇപ്പൊ അറിയുന്നില്ല. അപ്പൊ ലോകൻ എന്ത് പറ്റി എന്നൊക്കെ സൂര്യനോട് ചോദിക്കുന്നു. സൂര്യൻ പറയുന്നത്, ഇല്ലല്ല ലോകൻ കുഴപ്പമൊന്നുമില്ല, അവൻ കുറച്ച് ബിസിയാ, അതാണ് എന്നെ വിളിക്കാതെ എന്നൊക്കെ ഹെയിനോട് പറയുന്നുണ്ട്. അപ്പം സൂര്യൻ ഫോൺ കട്ട് ചെയ്ത ടൈമില് യൂൻഹി ആണെങ്കിൽ ഹെയിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവള് ആ ഒരു കുട്ടികളെ പ്രസവിച്ച ആ ഒരു ഹോസ്പിറ്റല് ഏതാന്ന് ചോദിക്കുകയാണ്. അപ്പൊ സൂര്യൻ ചോദിക്കുന്നത്, അല്ല എന്തിനാ നീ അതൊക്കെ തിരക്കുന്നേ? അല്ല ഹെയിന്റെ അമ്മ അവരെ പറ്റിയൊക്കെ അറിയണമല്ലോ, അവർക്കൊരു പക്ഷേ ഹെയിനെ കാണണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടല്ലോ. അപ്പം അങ്ങനെ സൂര്യോൻ ആ ഒരു ഹോസ്പിറ്റലിലെ ഡീറ്റെയിൽസ് ഒക്കെ ഇവക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. യൂൻഹി ആ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറിനെ കാണുകയാണ്. അപ്പൊ അവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. ഹെയിന്റെ അമ്മയുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുമ്പോൾ ആദ്യം ഇവര് നിരസിക്കുന്നുണ്ടെങ്കിലും പിന്നെ യൂൻഹയുടെ ഭീഷണിയെ ഭയന്ന് ഇവര് ആ ഒരു റെക്കോർഡ്സ് ഒക്കെ കാണിക്കുകയാണ്. അതേസമയം തന്നെ യൂൻഹി അവരുടെ ഒരു സംശയം ചോദിക്കുന്നുണ്ട്, സൂര്യോൻ ഇരട്ട കുട്ടികൾക്ക് വല്ലതുമാണോ അന്ന് ജന്മം നൽകിയത് എന്ന് ചോദിക്കുമ്പം റെക്കോർഡ്സിൽ സൂര്യോന് ഒരേ ഒരു കുട്ടിയുള്ളൂ, ഒരു പെൺകുഞ്ഞ്, അത് നമ്മുടെ മിൻസിയോളാണ്. അങ്ങനെ നേരെ യൂൻഹി ഇപ്പൊ ചെന്നിരിക്കുന്നത് ഒരു ഡിറ്റക്റ്റീവ് ഓഫീസിലേക്കാണ്. അവളാണെങ്കിൽ ആ ഒരു ഡിറ്റക്റ്റീവിനോട് നമ്മുടെ ഹെയിൻ്റെ അമ്മയെ കണ്ടെത്തി കൊടുക്കാനായിട്ട് പറയാണ്. അതുപോലെ തന്നെ പൈസയും അവൾ വാരി വിതറുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പൊ നമ്മുടെ സൂര്യോനെ കാണാനായിട്ട് സ്യോജിൻ വന്നിരിക്കുകയാണ്. അപ്പൊ സൂര്യോനെ ഏൽപ്പിച്ചായിരുന്നല്ലോ ഇവക്കുള്ള വിവരങ്ങളൊക്കെ അറിയാനായിട്ട്. അപ്പൊ സ്യോജിൻ പറയുന്നുണ്ട്, ഡാൻറ്റിയുടെ കൂടെ പണ്ടുണ്ടായിരുന്ന ഒരു കൂട്ടുകാരൻ ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്, ചിലപ്പോൾ അയാളിൽ നിന്ന് ഡാൻറ്റിയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാൻ സാധിക്കുമായിരിക്കും. അതിനോടൊപ്പം തന്നെ ഇവള് സൂര്യോനോട് പറയുന്നു, എന്നാ നീ ഒന്നും അറിയുന്നില്ലേ,
യൂൻഹെ ഇപ്പം പണം വാരി വിതറുകയാണല്ലോ. എവിടുന്നാണ് അവൾക്ക് പണമൊക്കെ കിട്ടിയത്? ഒരുപക്ഷെ അവള് ഡാൻറ്റയുടെ കൂടെ നിന്ന് നിന്നെ ചതിക്കുകയാണെങ്കിലോ? പക്ഷെ സൂര്യോ ഇതൊന്നും വകവെക്കുന്നില്ല. പക്ഷെ എന്നാലും അവളുടെ മനസ്സിൽ ചെറിയൊരു സംശയം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാത്രി ആവുകയാണ്. സ്യോജനാണെങ്കിൽ ഇപ്പം നമ്മുടെ മിസ്റ്റർ ബേക്കിന്റെ റൂമിൽ എത്തിയിരിക്കുകയാണ്. അവളാണെങ്കിൽ മിസ്റ്റർ ബേക്കിന്റെ പെട്ടിയും ബാഗും ഒക്കെ ഇങ്ങനെ പരിശോധിക്കുകയാണ്. അങ്ങനെ ആ ഒരു പെട്ടിയിൽ നിന്ന് അവക്ക് ആ ഒരു പരസ്യം കിട്ടാണ്. അതെ, ഡാൻറ്റി, നമ്മുടെ ഡാൻറ്റി വാണ്ടഡ് എന്ന് പറഞ്ഞ പോലീസുകാർ വെച്ചിരുന്ന ആ ഒരു പരസ്യം ഇവള് കാണാണ്. ഈ ഒരു ടൈമിലാണ് മിസ്റ്റർ ബേക്ക് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പൊ ഇവളിങ്ങനെ ആ പരസ്യം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ചോദിക്കുന്നു, ഡാൻറ്റിയുടെ ശരിക്കുള്ള പേര് മിസ്റ്റർ ബേക്ക് എന്നാണോ? ഇതേ സമയം നമ്മുടെ യൂൻഹെ ആ ഒരു ഡിറ്റക്റ്റീവ് ഓഫീസിലാണ്. ഡിറ്റക്റ്റീവ്സിന് നമ്മുടെ ഹേയിന്റെ അമ്മയെ പറ്റിയുള്ള വിവരങ്ങൾ കിട്ടിയിരിക്കുന്നു. 6 വർഷം മുമ്പ് ഈ ഒരു സ്ത്രീ മരിച്ചു പോയിരിക്കുന്നു. അതും അവൾ ഒരു കൊലപാതകത്തിന്റെ ഇരയാണ്. ഈ ഒരു സ്ത്രീയെ കൊന്നിട്ട് ആ ഒരു കൊലപാതകി പറഞ്ഞത് ഒരു ഡാമിലാണ് അവളെ കുഴിച്ചിട്ടേന്നാണ്. പക്ഷേ ആ ഒരു ഡാമിൽ നിന്ന് അവളുടെ ബോഡി കിട്ടിയിരുന്നില്ല. അപ്പൊ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ യൂൻഹിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഇവള് ആ ഒരു കൊലപാതകി ആരാണെന്ന് കാണുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ ഡോങ്പിലാണ്. അതെ, ഇത് കണ്ട് അവൾ ആകെ ഞെട്ടി നിൽക്കുകയാണ്. നമ്മുടെ ഹെര പാലസിലാവട്ടെ ഡോങ്പിൽ ആ ഒരു ഹെര പ്രതിമയുടെ അടിയിലുള്ള ഫൗണ്ടേഷൻ തള്ളി പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, അവൻ അതിനുള്ളിൽ നിന്ന് എന്തോ ഒന്ന് കാണുന്നു. ഇതേ ടൈമിൽ ഡാൻറ്റി ആ ഒരു പ്രതിമയുടെ അടുത്തേക്ക് നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗായ്സ്, നമുക്ക് അടുത്ത പാട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്.